നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 107ാമത് മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷൻ നടത്തപ്പെട്ടു. കൺവെൻഷനോട് അനുബന്ധിച്ച് ഒരുക്കധ്യാനവും വനിതാ സംഗമവും യുവജന സംഗമവും 1000 കുട്ടികൾ പങ്കെടുത്ത സൺഡേ സ്കൂൾ ബാലസംഗമവും വിചാരങ്ങളെ അറിയുന്നവൻ്റെ മുൻപാകെ മനസ്സു തുറന്ന് സംവേദിച്ചൊരു വിചാര സദസ്സ്, വൈദിക സംഗമം, ധ്യാനയോഗങ്ങൾ, വിശുദ്ധ 3 നോമ്പ് ആചരണവും നടത്തപ്പെട്ടു. 107ാമത് മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷൻ്റെ പ്രധാന ദിവസമായ നടുനോമ്പിൽ പരിശുദ്ധ മോറാൻമാർ ബെസേലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സുവിശേഷ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫി മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമിസ് വലിയ മെത്രാപ്പോലിത്ത, അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലിത്ത, അഭിവന്യ മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രാപ്പോലിത്ത, അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപ്പോലിത്ത, ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലിത്ത, ഫാദർ ഗബ്രിയേൽ ജോസഫ്, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമൈൽ, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ്, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, റവറൻ ഡോക്ടർ ജോസഫ് സാമുവേൽ കറുകയിൽ കോർ എപ്പിസ്കോപ്പ, റവറൻ ഫാദർ KG ജോൺസൺ കല്ലിട്ടതിൽ കോർ എപ്പിസ്കോപ്പ എന്നിവർ സന്നിഹിതരായിരുന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ ദിവസവും പങ്കെടുത്തു. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ നവാഭിഷിക്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ മലങ്കര സഭയുടെ കൽക്കട്ട ഭദ്രാസന മെത്രാപ്പോലിത്തായും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പ്രസിഡന്റുമായ അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനി സന്ദർശിച്ച് പ്രാർത്ഥനാശംസകൾ നേർന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവല്ല MGM സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. മാത്യു ടി തോമസ് MLA മുഖ്യാതിഥിയായിരുന്നു. മലങ്കര സഭയുടെ മലബാർ ഭദ്രാസനത്തിൻ്റെ 70ാം വാർഷികവും നസ്രാണി മഹാസംഗമവും പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ചുങ്കത്തറയിൽ വെച്ച് നടന്ന മലബാർ ഭദ്രാസന സപ്തതി ആഘോഷവും നസ്രാണി മഹാസംഗമവും മലങ്കര മെത്രാപ്പോലിത്ത പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് അധ്യക്ഷത വഹിച്ചു. അഭിവന്യ മാത്യൂസ് മാർ തേവോദിയോസിയോസ് മെത്രാപ്പോലിത്ത, സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർഡാബാസ് മെത്രാപ്പോലിത്ത, താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്, PV അൻവർ MLA, ചാണ്ടി ഉമ്മൻ MLA, വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമൈൽ, അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. അഭിവന്യ സക്രിയ മാർ നിക്കോളോവോസ് മെത്രാപ്പോലിത്ത മാർത്തോമ സഭയുടെ നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ പുതിയ ഭദ്രാസനാധിപനായി ചുമതലയേറ്റ് അമേരിക്കയിൽ എത്തിച്ചേർന്ന അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനിക്ക് സ്വീകരണം നൽകി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കും മാർത്തോമ സഭയ്ക്കും ഒരുമിച്ച് സഹകരിച്ചു പ്രവർത്തിക്കുവാൻ കഴിയുന്ന പൊതുവഴികൾ ഇരു തിരുമേനിമാരും ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിൽ ഇരു തിരുമേനിമാരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെന്ന നിലയിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ അവരുടെ പൊതു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പ്രസക്തമായ വിഷയങ്ങളും ചർച്ച ചെയ്തു. നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് മാർത്തോമ ഭദ്രാസനത്തിൻ്റെ പുതിയ ഭദ്രാസനാധിപനായി ശുശ്രൂഷ ആരംഭിക്കുന്ന അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനിക്ക് അഭിവന്യ സക്രിയ മാർ നിക്കോളോവോസ് മെത്രാപ്പോലിത്ത പ്രാർത്ഥനയും ആശംസകളും നേർന്നു. കുറ്റവാളികൾക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കണം. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം പുത്തൻകുരിശ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ പുത്തൻകുരിശ് സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സെൻറ്റ് ജോർജ് കുരിശുപള്ളിയുടെ കൈവരികൾ തകർക്കുകയും കുരിശുപള്ളിക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്ത യാക്കോബായ സഭ വിശ്വാസിക്ക് എതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കേന്ദ്ര സമിതി ആവശ്യപ്പെട്ടു. ആസൂത്രിതമായി സംഘർഷം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ഈ ആക്രമണം ഗൗരവമുള്ളതാണെന്ന് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. യാക്കോബായ് സഭയുടെ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെൻറ്ററിൽ നിന്നും മീറ്ററുകൾ മാത്രം ദൂരമുള്ള സ്ഥലത്താണ് രാത്രി ആക്രമണമുണ്ടായത് എന്നത് സഭയുടെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന ഗൂഢാലോചനയുടെ പരിണിത ഫലമാണെന്ന് വൈസ് പ്രസിഡന്റ് ഫാദർ ഷിജി കോശി, ജനറൽ സെക്രട്ടറി വിജു ഏലിയാസ്, കേന്ദ്ര ട്രഷറർ പേൽ കണ്ണേത്ത് എന്നിവർ അഭിപ്രായപ്പെട്ടു.
ബോധപൂർവം അതിക്രമങ്ങൾ സൃഷ്ടിച്ച് സഭാ അന്തരീക്ഷം കലാപകലുഷിതമാക്കുവാനുള്ള ശ്രമങ്ങൾ അമർച്ച ചെയ്യുവാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് OCYM കേന്ദ്ര സമിതി ആവശ്യപ്പെട്ടു. 2024 ജനുവരി 22 മുതൽ 25 വരെ പരിശുദ്ധ സഭ പരിശുദ്ധ 3 നോമ്പ് അനുതാപത്തോടെയും വ്രതശുദ്ധിയോടെയും അനുഷ്ഠിച്ചു. പ്രവാചകനായ യോന നിനവയിലേക്ക് പോകേണ്ടതിനു പകരം ദൈവകൽപ്പനയെ അവഗണിച്ച് തർശീശിലേക്ക് കപ്പൽ കയറുകയും തുടർന്ന് കടൽക്ഷോഭത്താൽ കപ്പൽ തകർക്കപ്പെടുമെന്നായപ്പോൾ അതിലുണ്ടായിരുന്നവർ യോനയെ കടലിലേക്ക് എറിയുകയും ഒരു മഹാമത്സ്യം യോനയെ വിഴുങ്ങുകയും ചെയ്തു. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ 3 നാൾ പ്രാർത്ഥനയോടെ കഴിഞ്ഞ യോന പ്രവാചകനെയാണ് 3 നോമ്പ് ദിനങ്ങളിൽ നാം അനുസ്മരിക്കുന്നത്. വിശുദ്ധ നോമ്പിൻ്റെ ക്രമങ്ങളും ശുശ്രൂഷകളും സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും ഭക്തിപൂർവം ആചരിച്ചു. റോമിലെ സെൻറ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷനിൽ വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടയം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറോസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിമത്രിയോസ്, അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സ്തേഫാനോസ് തിരുമേനിമാർ സഹകാർമ്മികത്വവും വഹിച്ചു. ഓർത്തഡോക്സ് കത്തോലിക്ക സഭയുടെ ഡയലോഗിൻ്റെ 20ാമത് വാർഷികത്തോട് അനുബന്ധിച്ച് റോമിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുവാനാണ് അഭിവന്യ മെത്രാപ്പോലിത്തമാർ റോം സന്ദർശിക്കുന്നത്. പരുമല ഇൻ്റർനാഷണൽ ക്യാൻസർ കെയർ സെൻ്ററിൽ അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് കോൺഫറൻസ് ഓൺകോൺസൈറ്റ് 2024 കേരളത്തിൻ്റെ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി CEO ഫാദർ MC പൗലോസിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്ഘാടന ചടങ്ങിൽ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യൂസ് ജോസ്, റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ആൻഡോ ബേബി, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ജോൺ പുന്നൂസ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഓങ്കോളജി ചികിത്സാ വിദഗ്ധരായ പത്മശ്രീ ഡോക്ടർ ലളിത് കുമാർ, എയിംസ് ന്യൂഡൽഹി മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ പവിത്രൻ കെ, മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ഹെമറ്റോളജി വിഭാഗം മേധാവി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡോക്ടർ ഫ്രാൻസിസ് ജെയിംസ്, റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം മേധാവി റീജിയണൽ ക്യാൻസർ കെയർ സെൻറ്റർ തിരുവനന്തപുരം, പ്രമുഖ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ലളിതാംബിക കരുണാകരൻ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവി, പരുമല ആശുപത്രി സീനിയർ ഗൈനക്കോളജിസ്റ്റ് എന്നിവരെ ഉദ്ഘാടന വേദിയിൽ വെച്ച് ആരോഗ്യമന്ത്രി അനുമോദിച്ചു. കുടശനാട് സെൻറ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇനി മലങ്കരയിലെ വിശുദ്ധ സ്തേഫാനോസ് സഹദായുടെ നാമത്തിലുള്ള പ്രഥമ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിയ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ കൽപ്പന അഭിവന്യ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലിത്ത വിശുദ്ധ കുർബാന മധ്യേ പ്രഖ്യാപിച്ചു. പരിശുദ്ധ മാർത്തോമ സ്ലീഹായുടെ സിംഹാസനത്തെ അലങ്കരിച്ച 8ാം മാർത്തോമായുടെ 207ാമത് ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തൻകാവ് മാർത്തമറിയം ഓർത്തഡോക്സ് സുറിയാനി കത്തീഡ്രൽ ഭക്തിപുരസ്സരം കൊണ്ടാടി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്യ പിതാക്കന്മാർ പ്രധാന കാർമ്മികത്വം വഹിച്ചു. പരിശുദ്ധ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തെക്കൻ മേഖല വൈദിക യോഗവും പഠന ക്ലാസും നടത്തപ്പെട്ടു. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ 18ാമത് ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് തെക്കൻ മേഖല വൈദിക യോഗവും പഠന ക്ലാസും ജനുവരി 21 തിങ്കളാഴ്ച ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് മാർ ഏലിയ ചാപ്പലിൽ വെച്ച് നടന്നു. അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ച യോഗം അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസ്യോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. വടകര സന്തുല ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ എഡ്വേർഡ് ജോർജ് ക്ലാസ് നയിച്ചു. അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ തേവോദോറോസ് മെത്രാപ്പോലിത്ത, അഭിവന്യ യാക്കോബ് മാർ ഏലിയാസ് മെത്രാപ്പോലിത്ത, ഫാദർ ഡോക്ടർ നൈനാൻ വി ജോർജ്, ഫാദർ ഡോക്ടർ മാത്യു വർഗീസ് എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി. കൊല്ലം, തിരുവനന്തപുരം, മാവേലിക്കര, അടൂർ, കടമ്പനാട്, കൊട്ടാരക്കര, പുനലൂർ മെത്രാസനങ്ങളിൽ നിന്നുമുള്ള വൈദികർ യോഗത്തിൽ പങ്കെടുത്തു. നവതിയുടെ നിറവിലായ പ്രിയ എഴുത്തുകാരന് ആശംസയുമായി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭയായ MT വാസുദേവൻ നായരെ കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തിയാണ് പരിശുദ്ധ കാതോലിക്ക ബാവ ആശംസ നേർന്നത്. പ്രിയ എഴുത്തുകാരന് നവതി സമ്മാനമായി ബൈബിളും പേനയും പരിശുദ്ധ കാതോലിക്ക ബാവ കരുതിയിരുന്നു.
മലയാളം ഉള്ളിടത്തോളം കാലം MTയുടെ കൃതികൾ അനശ്വരമായി നിൽക്കുമെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു. MTയുടെ വിവിധ കൃതികളിലെ ഉദ്ധരണികളും പരിശുദ്ധ കാതോലിക്ക ബാവ അനുസ്മരിച്ചു. ആധ്യാത്മിക നിറവിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും ഭവനത്തിൽ എത്തിയുള്ള പരിശുദ്ധ കാതോലിക്ക ബാവയുടെ ആദരവ് നവതി നിറവിൽ ലഭിച്ച വലിയ അംഗീകാരമായി കാണുന്നതായി MTയും പറഞ്ഞു. തൻ്റെ കൃതികളെ നൽകിയാണ് അദ്ദേഹം പരിശുദ്ധ കാതോലിക്ക ബാവയെ തിരികെ യാത്രയാക്കിയത്. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴയും ഒപ്പമുണ്ടായിരുന്നു. പതഞ്ജലി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജ്യോതിഷ് കുമാറും ചടങ്ങിൽ സംബന്ധിച്ചു. മലങ്കരയുടെ സൂര്യ തേജസ് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബെസേലിയസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ 18ാം ഓർമ്മ പെരുന്നാൾ മലങ്കര സഭ ഭക്തി പുരസ്സരം കൊണ്ടാടി. പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മാർ ഏലിയ ഹോറേബ് ചാപ്പലിലേക്ക് വിവിധ ഭദ്രാസനങ്ങളുടെയും ഇടവകകളുടെയും ആഭിമുഖ്യത്തിൽ പദയാത്രാ സംഘങ്ങൾ എത്തിച്ചേർന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബെസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രധാന കാർമ്മികത്വം വഹിച്ചു. അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. പരിശുദ്ധ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രചോദനാത്മകമായ കഥകളുടെ സമാഹാരം ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ മാർ യൂഹാനൻ മാബ്ദാന ഓർത്തഡോക്സ് ഇടവകയിലെ ശ്രീ അനീഷ് ചെറിയാൻ രചിച്ച ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന ഗ്രന്ഥം ശ്രദ്ധയാകർഷിക്കുന്നു. ഓരോ വർഷവും എണ്ണമറ്റ വ്യക്തികൾ തങ്ങളുടെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുവാനും ഒരു ഓട്ടയാത്ര ആരംഭിക്കുവാനും പ്രതിജ്ഞയെടുക്കുന്നു. എന്നിട്ടും പലർക്കും ഈ ആശയം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ചോദ്യം അവശേഷിക്കുന്നു: ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്താണ് ബുദ്ധിമുട്ട്? ആരോഗ്യക്ഷമത നിലനിർത്തുന്നതിനും പുതുവർഷം എടുത്ത ഓട്ടപ്രതിജ്ഞ തുടരുന്നതിനും ആവശ്യമായ ഉൾക്കാഴ്ചകളും നുറുങ്ങുകളും ഈ പുസ്തകം തരുന്നു. വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ കണക്കിലെടുക്കാതെ ട്രാക്കിൽ തുടരുന്നതിനുള്ള പ്രായോഗിക തന്ത്രങ്ങൾ ഇതിലൂടെ ലഭിക്കും. കായിക പരിശീലനത്തിനുള്ള സാങ്കേതിക മാനുവൽ മാത്രമല്ല, ഓട്ടത്തിൻ്റെ ലോകത്തെ വിജയത്തിൻ്റെയും വെല്ലുവിളികളുടെയും രചയിതാവിൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് എടുത്ത പ്രചോദനാത്മകമായ കഥകളുടെയും പ്രവർത്തനക്ഷമമായ നുറുങ്ങുകളുടെയും ഒരു സമാഹാരമാണിത്. വൈവിധ്യമാർന്ന റണ്ണേഴ്സ് ഗ്രൂപ്പിൽ നിന്നുമുള്ള ആകർഷകമായ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളുണ്ടെങ്കിലും അസാധാരണമായ ഓട്ടത്തിനായുള്ള അവരുടെ അഭിനിവേശം ഏകീകൃതമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ്, അഭിവന്യ ദാനിയേൽ മാർ പീലക്സിനോസ് പിതാവിൻ്റെ 14ാമത് ഓർമ്മ പെരുന്നാൾ ജനുവരി 24-25 തീയതികളിൽ അഭിവന്യ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന പത്തനംതിട്ട ബേസിൽ അരമന ചാപ്പലിൽ ഭക്തി പുരസ്സരം കൊണ്ടാടി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബെസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രധാന കാർമ്മികത്വം വഹിച്ചു. അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വം വഹിച്ചു. അഭിവന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താപസശ്രേഷ്ഠനായ മൈലപ്ര മാത്യൂസ് റമ്പാച്ചൻ്റെ ശിഷ്യനും മൈലപ്ര മാർ കുര്യാക്കോസ് ആശ്രമത്തിൽ മുൻ സുപ്പീരിയറും സഭയിലെ സീനിയർ വൈദികനുമായിരുന്ന വന്യ അപ്രേം റമ്പാച്ചൻ്റെ 5ാമത് ഓർമ്മ പെരുന്നാൾ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന മൈലപ്ര മാർ കുര്യാക്കോസ് ആശ്രമ ചാപ്പലിൽ ജനുവരി 25 രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും കബറിങ്കൽ ധൂപപ്രാർത്ഥനയും ആശ്രമ വിസിറ്റർ ബിഷപ്പും തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പോലിത്തയുമായ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. വന്യ റെമ്പാച്ചനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലുവ തൃക്കുന്നത്ത് സെമിനാരി ചാപ്പലിൽ അഭിവന്യ പിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാൾ ഭക്തി പുരസ്സരം കൊണ്ടാടി. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വിശുദ്ധ കുർബാനയ്ക്കും ധൂപപ്രാർത്ഥനയ്ക്കും പ്രധാന കാർമ്മികത്വം വഹിച്ചു. അങ്കമാലി ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ യൂഹാനൻ മാർ പോളിക്കർപ്പോസ് തിരുമേനി സഹകാർമ്മികത്വം വഹിച്ചു. അഭിവന്യ പിതാക്കന്മാരോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
90 വയസ്സ് തികയുകയും പൗരോഹിത്യത്തിൽ 60 വർഷം പൂർത്തീകരിക്കുകയും ചെയ്ത ശ്രീബാദാസ സമൂഹം അംഗവും മലബാർ ഭദ്രാസനത്തിലെ സീനിയർ വൈദികനുമായ വന്യ KG തോമസ് കോർ എപ്പിസ്കോപ്പ അച്ഛനെ മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമ്യോസ് തിരുമേനി കല്ലടിക്കോട് സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് ആദരിച്ചു. കത്തോലിക്ക സഭയുടെ 2024 ഐക്യ ഓക്ടേൻ 2024 WCCയുടെയും എക്യുമെനിക്കൽ വാരാചരണത്തിൻ്റെയും ഭാഗമായി സെന്റ് തോമസ് പൗരസ്ത്യ വിദ്യാക്ഷേത്രം, വടുവാതൂർ സെമിനാരി ഡീക്കന്മാർ, കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി സന്ദർശിച്ചു. സന്ദർശനത്തിൽ ക്യാമ്പസ് പര്യടനവും സെമിനാരി വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംവേദനാത്മക സെഷനുകളും ഉൾപ്പെട്ടു. വടുവാതൂരിൽ നിന്നുമുള്ള 45ഓളം ഡീക്കന്മാരും 3 ഫാക്കൽറ്റി അംഗങ്ങളും സെമിനാരി സന്ദർശിച്ചു. ജനുവരി 26 വെള്ളിയാഴ്ച ഭാരതം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടി. മുൻകാലങ്ങളിലെ പോലെ വരും കാലത്തും മതത്തിനും വർഗത്തിനും നിറത്തിനും അതീതമായി ഇന്ത്യ എന്ന വികാരത്തിൽ ഏവരും ഒരുമിച്ച് നിന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെയും വരാൻ പോകുന്ന വെല്ലുവിളികളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാരതീയർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു. ഏഷ്യൻ എക്യുമെനിക്കൽ കമ്മിറ്റിയിലേക്കുള്ള ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ സമിതി അംഗമായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപനും മോർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രസിഡന്റുമായ അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫി മെത്രാപ്പൊലീത്ത നിയോഗിതനായി. ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെയും റോമൻ കത്തോലിക്ക സഭയുടെ ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെയും സംയുക്ത വേദിയായ ഏഷ്യൻ എക്യുമെനിക്കൽ കമ്മിറ്റി ദേശീയവും പ്രാദേശികവുമായ തലങ്ങളിൽ എക്യുമെനിക്കൽ ബന്ധങ്ങൾ വളർത്തിയെടുക്കുകയും ഏഷ്യയിലെ സഭകളുടെ എക്യുമെനിക്കൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയുമാണ് ഈ സമിതിയുടെ പ്രധാന ദൗത്യം. ബിഷപ്പ് റിയൂവൽ നോർമൻ മരിക്സ CCA മോഡറേറ്റർ, റവറൻ ജോൺ ഗിൽമോർ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഓസ്ട്രേലിയ, ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കര CCA ജനറൽ സെക്രട്ടറി എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. കേരള മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരത്തിന് അർഹരായ കുമാരി സോന അനിലിനും കുമാരി മെല്ല മറിയം ജോർജിനും കുമാരി ജൻസി മറിയം യോഹന്നാനും കുമാരി സ്നേഹ മറിയം ചാക്കോയ്ക്കും കുമാരി ജസ്നി B ജോസിനും ദുബായ് ട്രേഡ് സെൻറ്ററിൽ നടന്ന സമ്മേളനത്തിനിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട VVIP വ്യക്തിക്ക് അതിവേഗം പരിചരണം നൽകി ജീവൻ രക്ഷിച്ചതിന് ദുബായ് ഗവൺമെൻറ്റിൻ്റെ ആദരവ് ലഭിച്ച ദുബായ് ആരോഗ്യ മേഖലയിൽ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച ശ്രീ വിവേക് G ബിജുവിനും നാഗ്പൂർ ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറലായി ചുമതലയേറ്റ ശ്രീമതി ആഷ മാത്യുവിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.